മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഹിയർ ഈസ് യുവർ മാൻ ബിഹൈൻഡ് യുവർ സക്സസ്. ഇറ്റ്സ് മീ ആഷിഖ് സർ. ജസ്റ്റ് ബിഗിൻ. സോ മക്കളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈലത്തിന്റെ ആപ്പിൽ നല്ല കിഡിലോസ്കേഡ് 5th സ്റ്റാൻഡേർഡിലെ 5ാമത്തെ ചാപ്റ്റർ കിഡിലോസ്കേഡ് ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, ദാറ്റ് ഈസ് വരയ്ക്കാം വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ മക്കളെ. സോ അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് കാര്യമായിരുന്നു മക്കളെ പഠിച്ചിരുന്നത്? യെസ്, എന്തായിരുന്നു? ഡയറക്ഷൻസ് അഥവാ ദിശകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലെ. സോ സാർ അത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഡയറക്ഷൻസ് 4 ഡയറക്ഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഡയറക്ഷൻസും നല്ല കിഡിലൊരു കോഡിലൂടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു കോഡാണ് നോക്കാൻ പോകുന്നത്. ഏതായിരുന്നു മക്കളെ കോഡ്? എന്തെങ്കിലും മക്കൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, ഏതാണ്? ന്യൂസ് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ പഠിച്ചത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സാർ ആ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുമ്പ് പെട്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് എന്ന് പെട്ടെന്ന് കമന്റ് ഇട്ട മക്കളെ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ സാർ എന്ത് ചെയ്യാൻ പോവാണ്, ആ കിഡിലനായിട്ടുള്ള കോഡ് സാർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ മക്കളെ. സോ മക്കളെ, നമ്മൾ ഡയറക്ഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ദിശകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്? യെസ്, റൈറ്റ് സൈഡ് ഉണ്ട്, പിന്നെ ലെഫ്റ്റ് സൈഡ് ഉണ്ട് അല്ലെ, വലതുവശമുണ്ട്, ഇടതുവശമുണ്ട്, പിന്നെ എന്താണ്, ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട് അല്ലെ, മുകളിലുണ്ട്, താഴെയുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. സോ നമ്മളിപ്പോ എന്താണ്, കുറച്ചുകൂടി വലിയ മക്കളായില്ലേ. സോ വലിയ മക്കളായത് കൊണ്ട് എന്താണ്, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെയിം കണ്ടന്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് മക്കളെ? യെസ്, ഡയറക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായി നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ സാർ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് ഡയറക്ഷൻസ് 4 ഇമ്പോർട്ടന്റ് ആയ ഡയറക്ഷൻസ് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു കോഡ് ഇതാ ഇപ്പൊ തരാൻ പോവാണ്. ദാറ്റ് ഈസ് ന്യൂസ് എന്നുള്ള കോഡാണ്. സോ സാർ ഇതാ കണ്ടോ, ഇവിടെ ഒരു ചേച്ചി ന്യൂസ് വായിക്കുന്ന കാണുന്നുണ്ട് മക്കളെ. യെസ്, കാണുന്നില്ലേ? സോ സാർ എന്ത് ചെയ്യാൻ പോവാണ്, ആ ന്യൂസ് എന്നുള്ള കോഡ് ഇവിടെ എഴുതാൻ പോവാണ്. എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസ് എന്ന് പറയുന്ന കോഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂടാ, 4 ഡയറക്ഷൻസ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഓരോന്ന് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കിയാലോ. യെസ്, എന്താണ് മക്കളെ, എന്താണ് മക്കളെ? യെസ്, എന്താണ്? നോർത്ത്. എന്താണ്? നോർത്ത് അഥവാ വടക്ക്. നോർത്ത്, വടക്ക്. സെറ്റ് ആണല്ലോ. എന്താണ്? നോർത്ത്, വടക്ക്. ദെൻ എന്താണ് മക്കളെ? ഈ എന്താണ് മക്കളെ? യെസ്, ഈ എന്താണ്? ഈസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? കിഴക്ക്. ഈസ്റ്റ് എന്താണ്? കിഴക്ക്. സെറ്റ് ആണല്ലോ. ദെൻ എന്താണ് മക്കളെ? നമുക്കുണ്ട് ഡബ്ല്യു ഉണ്ട് അല്ലെ. ഡബ്ല്യു എന്താണ് മക്കളെ? യെസ്, വെരി ഗുഡ്. വെസ്റ്റ് വെച്ചാൽ മക്കളെ പടിഞ്ഞാറ്. വെസ്റ്റ് എന്താണ്? പടിഞ്ഞാറ്. വെസ്റ്റ് എന്താണ്? പടിഞ്ഞാറ്. ലാസ്റ്റ് വൺ ഏതാണ്? ലാസ്റ്റ് വൺ എന്തുണ്ട്? എസ് ഉണ്ട് അല്ലെ. എസിലേക്ക് നോക്കിയാലോ. യെസ്, എസ് എന്താണ് നോക്കണേ? സൗത്ത്. എസ് എന്താ നോക്കണേ? സൗത്ത് അഥവാ തെക്ക്. സൗത്ത് അഥവാ തെക്ക്. സെറ്റ് ആണല്ലോ. എത്രയാണ് നമുക്ക് ഡയറക്ഷൻസ്? 4 ഡയറക്ഷൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിലൂടെ സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ന്യൂസ് ആണ്. എന്താണ്? നോർത്ത് അഥവാ വടക്ക്. ഇ എന്താണ്? ഈസ്റ്റ് അഥവാ കിഴക്ക്. ഡബ്ല്യു എന്താണ്? വെസ്റ്റ് അഥവാ പടിഞ്ഞാറ്. എസ് എന്താ നോക്കലേ? സൗത്ത് അഥവാ തെക്ക്. സെറ്റ് ആണല്ലോ. ഈ 4 ഡയറക്ഷൻസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഈ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാൻ നോക്കിയാലോ. സിമ്പിൾ ആണ്, അതും വളരെ സിമ്പിൾ ആണ്. സാർ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്ലസ് ചിഹ്നം ഇടാറുണ്ട് മക്കളെ, അറിയില്ലേ? യെസ്, ഇതുപോലൊരു പ്ലസ് ചിഹ്നം ഇടുക. ദെൻ എന്ത് ചെയ്യുന്നു, സാർ ഒരു കളർ കൊടുക്കുക. യെസ്, ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം ഇടുക. ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം എന്റെ മക്കൾക്ക് അറിയില്ലേ? അറിയോ? യെസ്, വെരി ഗുഡ്, അറിയാം. ഓക്കെ. സോ എന്താണ് മക്കളെ? സോ ഇങ്ങനെ ഒരു പ്ലസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാ, ഇതിന്റെ മുകളിൽ അടയാളപ്പെടുത്താം. മുകളിൽ എന്താണ് മക്കളെ? നോർത്ത്. മുകളിൽ എന്താണ്? നോർത്ത് അഥവാ വടക്ക്. ആ നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ബോട്ടത്തിൽ എന്തുണ്ടായിരിക്കും? സൗത്ത് ഉണ്ടായിരിക്കും. എന്താണ്? സൗത്ത് അഥവാ തെക്ക്. സെറ്റ് ആണല്ലോ മക്കളെ. സെറ്റ് ആണല്ലോ. ഞാൻ എന്താണ് മക്കളെ? ഇവിടെ എന്തുണ്ട്? ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റ് അഥവാ കിഴക്ക്. സെറ്റ് ആണല്ലോ. ഈ ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആരുണ്ടായിരിക്കും മക്കളെ? യെസ്, വെരി ഗുഡ്. ഏതുണ്ടായിരിക്കും? വെസ്റ്റ് ഉണ്ട്. വെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? പടിഞ്ഞാറ്. വെസ്റ്റ് എന്താ വെച്ചാൽ മക്കളെ? യെസ്, വെരി ഗുഡ്. വെസ്റ്റ് എന്താണ്? പടിഞ്ഞാറ്. സെറ്റ് ആണല്ലോ. അപ്പൊ നോർത്ത് മുകളിലാണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുണ്ട് സൗത്തിന്റെ തെക്ക്. എന്താണ്? ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുണ്ട് മക്കളെ, പടിഞ്ഞാറ് അഥവാ വെസ്റ്റ് ഉണ്ട്. സെറ്റ് ആണല്ലോ. പവറോസ്കി ആണല്ലോ. സോ മക്കളെ, ഇനി സാറിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഏത് ഡയറക്ഷൻ എവിടെയൊക്കെയാണെന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? സാർ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് പറഞ്ഞു തന്നിരുന്നു. ഏതായാലും ഓർമ്മയുണ്ടോ? യെസ്, വെരി ഗുഡ്. ഏതാണ് മക്കളെ? സോ നമ്മൾ പറഞ്ഞ എന്താണ്? ഈസ്റ്റ് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ടാണ്? എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത്, സൺറൈസ് എവിടെയാണോ സംഭവിക്കുന്നത്, അവിടെയായിരിക്കും ഈസ്റ്റ് അഥവാ കിഴക്ക്. ഓക്കെ ആണല്ലോ. സോ
ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നു. സോ സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അവിടെയായിരിക്കും ഈസ്റ്റ്. സോ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടിയാൽ ബാക്കി എല്ലാ ഡയറക്ഷനും നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റില്ലേ? പറ്റില്ല മക്കളെ, പറ്റും. എങ്ങനെ? ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? വെസ്റ്റ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? വെസ്റ്റ്. ഓക്കെ ആണല്ലോ, വെസ്റ്റ് ആയിരിക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ നമുക്ക് എന്ത് കിട്ടും? നോർത്ത് എവിടെയാണെന്നും കിട്ടും. then എന്താണ് നമുക്ക് സൗത്ത് എവിടെയാണെന്നും കിട്ടും. അപ്പൊ സെറ്റ് ആണല്ലോ മക്കളെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് ന്യൂസ് എന്ന് പറയുന്ന കോഡിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ എന്റെ എല്ലാ മക്കൾക്കും കറക്റ്റ് ആയിട്ട് ഈ ഒരു കോഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന സാറ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലയൺ ഇമോജി അല്ലെ മക്കളെ, ആ ലയൺ ഇമോജി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലായോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. ഹായ്, ബൈ, താങ്ക് യു.